9th standard in the Maths first chapter, page number 14 first question. The price of 4 pens and 3 pencils is 66 rupees. The price of 7 pens and 3 pencils is 111 rupees. What is the price of a pen, the price of a pencil? So, the price of a pen and the price of a pencil ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈസ് ഓഫ് എ പെൻ എക്സ് എന്നെടുത്തു, പ്രൈസ് ഓഫ് എ പെൻസിൽ ഈക്വൽ ടു വൈ എന്നെടുത്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 4 പെൻസ്, അപ്പോൾ എന്തായി 4x പ്ലസ് 3 പെൻസിൽസ്, അപ്പോൾ 3y ഈക്വൽ ടു 66. നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്? പെൻ അല്ലേ, 7 പെൻസ് ആൻഡ് 3 പെൻസിൽസ്, അപ്പോൾ 7x പ്ലസ് 3y ഈക്വൽ ടു 111. ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് ചെയ്യണം? ഇതിൽ ഏതെങ്കിലും വാല്യൂ ഈക്വൽ ആയിട്ടുണ്ടോ നോക്കണം അല്ലേ. ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ക്യാൻസൽ ആയി പോകണം നമുക്ക് അല്ലേ. അപ്പോൾ എന്താണ്? വൈയുടെ വാല്യൂ ഈക്വൽ ആണ്, നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 എങ്ങനെയാണ് സബ്ട്രാക്റ്റ് ചെയ്യുന്നത്? 7x മൈനസ് 4x ഈക്വൽ ടു 3x, 3y മൈനസ് 3y ഈക്വൽ ടു 0, 111 മൈനസ് 66 ഈക്വൽ ടു 45. ദെൻ നമുക്ക് എന്ത് കിട്ടി? 3x ഈക്വൽ ടു 45. അപ്പോൾ x ഈക്വൽ ടു എന്ത് വരും? 45ൻ്റെ അടുത്തേക്ക് 3 വരുമ്പോൾ ബൈ 3. അപ്പോൾ x ഈക്വൽ ടു എന്ത് കിട്ടി? 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടി. ഇനി എക്സ് കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ എങ്ങനെ വരും? 4x പ്ലസ് 3y ഈക്വൽ ടു 66 എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ അതിലേക്ക് എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 4 ഇൻറ്റു എക്സ് എത്രയാണ്? 15 പ്ലസ് 3y ഈക്വൽ ടു 66. 4 ഇൻറ്റു 15 എത്രയാണ്? 60 പ്ലസ് 3y ഈക്വൽ ടു 66. അപ്പോൾ 3y ഈക്വൽ ടു 66ൻ്റെ അടുത്തേക്ക് ഈ 60 വരുമ്പോൾ എന്താവും? മൈനസ് 60. അപ്പോൾ 3y ഈക്വൽ ടു 66 മൈനസ് 60 6. y ഈക്വൽ ടു 6ൻ്റെ അടുത്തേക്ക് 3 വരും. അപ്പോൾ എങ്ങനെ വരും? 6/3 ഈക്വൽ ടു എത്ര കിട്ടും? 2 കിട്ടി അല്ലേ. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി അല്ലേ. അപ്പോൾ എന്താണ് എക്സ് എന്ന് പറയുന്നത്? പ്രൈസ് ഓഫ് എ പെൻ എക്സ് ഈക്വൽ ടു 15 rupees. Then price of pencil y equal to 2 rupees. Second question, the perimeter of a rectangle is 26 centimeters. Another rectangle with twice the length and thrice the breadth has perimeter 62 centimeters. What are the length and breadth of the first rectangle? First rectangle length and breadth ആണ് നമുക്ക് കാണേണ്ടത്. Perimeter of a rectangle equal to 26. Perimeter of a rectangle എന്ന് പറയുമ്പോൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 26. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 26 അല്ലേ. 26ൻ്റെ അടുത്തേക്ക് ഈ 2 പോകും. അപ്പോൾ എന്ത് വന്നു? 26 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 13 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും, ലെങ്ത്തിന് എക്സ് എന്ന് കൊടുത്തു, ബ്രെഡ്ത്തിനെ വൈ ആയിട്ട് എടുത്തു. ഇനി ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്രയാണ്? ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് 13 ആണല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? അനദർ റെക്റ്റാങ്കിൾ അല്ലേ. അനദർ റെക്റ്റാങ്കിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ട്വൈസ് ദ ലെങ്ത്ത്, ലെങ്ത്തിൻ്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ട്വൈസ് അല്ലേ. അപ്പോൾ 2x. ത്രൈസ് ദ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് വന്നു? ബ്രെഡ്ത്തിൻ്റെ ത്രൈസ് വൈയുടെ അല്ലേ, 3y. ഇനി അതിൻ്റെ അനദർ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ് തന്നിരിക്കുന്നത്? 62 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വന്നു? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 62. ദെൻ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു എന്താണ്? 62ൻ്റെ അടുത്തേക്ക് 2 വരും അല്ലേ. അപ്പോൾ എന്ത് വന്നു? 62 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് കിട്ടുന്നത്? 31. ഇനി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 31 ആണ് കിട്ടി. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വന്നു? അപ്പോൾ 2x പ്ലസ് 3y ഈക്വൽ ടു 31. അതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഇക്വേഷൻ നമ്പർ 2ൻ്റെ അടുത്തേക്ക് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതി. അപ്പോൾ എന്താ വന്നത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13 എന്ന് എഴുതി. ഇനി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ ഈക്വൽ ആവണം അല്ലേ. എന്നാൽ ഒരെണ്ണം ക്യാൻസലായി പോകണം അല്ലേ.
അപ്പോൾ ഇനി അതിനെന്ത് ചെയ്യണം? വാല്യൂ ഈക്വൽ ആണോ എന്ന് നോക്കി. അപ്പോൾ ഈക്വൽ ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ നമ്മൾ ഈക്വൽ ആക്കണം. എങ്ങനെയാണ് ഈക്വൽ ആക്കുക? ഒന്നില്ലെങ്കിൽ എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ആവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വൈ ഈക്വൽ ആവും അല്ലേ? ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഈക്വൽ ആക്കാം. അപ്പോൾ നമ്മൾ എക്സിനെയാണ് ഈക്വൽ ആക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ചെയ്യേണ്ടത്? 2 കൊണ്ട് ഇക്വേഷൻ നമ്പർ 1നെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് എക്സിനെയും വൈനെയും 13നെയും ഒക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ എന്താ വരിക? 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ ഈക്വൽ ടു 2 ഇൻറ്റു 13. ഇനി 2 ഇൻറ്റു എക്സ് 2x, ദെൻ 2 ഇൻറ്റു വൈ 2y, 2 ഇൻറ്റു 13 26. ഇതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു അല്ലേ? ഇനി ഇക്വേഷൻ നമ്പർ 2നെ എടുത്തെഴുതി. 2x പ്ലസ് 3y ഈക്വൽ ടു 31 ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുത്തെഴുതി. ഇനി അതിൻ്റെ താഴെ നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 3നെ എടുത്തെഴുതി. എന്താണ്? 2x പ്ലസ് 2y ഈക്വൽ ടു 26 എന്ന് എഴുതി. ഇനി ഇക്വേഷൻ നമ്പർ 2ഉം 3യും ഇപ്പോൾ എന്താണ്? ഒരു വാല്യൂ ഈക്വൽ ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇനി അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്? 2xൽ നിന്ന് 2x സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 0 കിട്ടി. 3y മൈനസ് 2y എന്ന് പറയുമ്പോൾ 1y ഈക്വൽ ടു 31 മൈനസ് 26 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു 5 എന്ന് കിട്ടി. y ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് അറിയാം അല്ലേ? എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് എഴുതുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13 ഇക്വേഷൻ നമ്പർ 1 ഞാൻ എടുത്ത് എഴുതി. അപ്പോൾ എന്ത് ചെയ്തു? എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 5 ആണ്. ഈക്വൽ ടു 13. അപ്പോൾ എക്സ് ഈക്വൽ ടു 13 മൈനസ് 5 എന്നായി. എത്ര കിട്ടും? എക്സ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടി അല്ലേ? എന്താണ് എക്സ് വൈ എന്നൊക്കെ പറയുന്നത്? ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ആണ് എന്ത്? എക്സ് ഈക്വൽ ടു 8 cm. ബ്രെഡ്ത്ത് ഈക്വൽ ടു ഏതാണ്? വൈ ആണ് അല്ലേ? ബ്രെഡ്ത്ത് ഈക്വൽ ടു വൈ ഈക്വൽ ടു 5 cm.